ഫുഡ് കഴിക്കുന്നത് നീ എന്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും. ഇപ്പോഴല്ല നടന്നത്, ഒരു 2-3 വർഷം മുന്നെയാണ്. എനിക്ക് അറിയത്തില്ല, കഴിച്ചുകൊണ്ട് നിന്നപ്പോ കണ്ണീര് മൊത്തം ഈ പാത്രത്തിനകത്താ, കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനകത്താ. എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം ഈ പുള്ളിക്കാരൻ വന്നിട്ട് സോറി പറയാ, മോളെ സോറി ഏട്ടാ എനിക്ക് അപ്പോഴും ദേഷ്യം വന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും ആ ഭക്ഷണത്തിൽ കണ്ണീരാ, പിന്നെ അനുവിന്റെ കണ്ണീരാണ് ആ അതെ, ഭക്ഷണത്തിലേക്ക് വീണത്. പുള്ളിക്കാരന്റെ വൈഫും ഉണ്ട് അതിനകത്ത്. അഭിനയിക്കണ്ടോ? അതിനകത്തുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഈ സീരിയൽ എന്നിട്ട് ഞാൻ അനു അത് നിർത്തി നിർത്തിയിട്ട് പോന്നു. നിർത്തി നിർത്തിന്ന് പറഞ്ഞാൽ എനിക്ക് പേയ്മെന്റും കുറവായിരുന്നു. ഞാൻ നിർത്തി. സീരിയൽ മൊത്തത്തിൽ ഞങ്ങൾ നിർത്തി. എനിക്ക് പറ്റൂലായിരുന്നു. തെറി കേൾക്കണം, കൊണ്ടാക്കത്തില്ല. അപ്പൊ എനിക്ക് വാശിയായിരുന്നു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ വാശിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വീട് വെച്ചതും കാറ് മേടിച്ചതും എല്ലാം. അപ്പൊ ഈ ഒരു വാശി കാരണമാണ് ഈ പറഞ്ഞ അനു നിർത്തിയല്ല പിന്നെ സീരിയലില്. എന്നിട്ട് അല്ല ഈ ഡയറക്ടർ എന്നിട്ട് അനുവിന് പകരം വേറൊരാളെ ആ സീരിയലിനകത്തേക്ക് എന്നെ കാസ്റ്റ് വീണ്ടും ചെയ്തു. വീണ്ടും വിളിച്ചു. ഡയറക്ടർ വിളിച്ചു വിളിച്ചോ? ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി, വന്ന് ചെയ്യാൻ വേണ്ടി. അപ്പൊ അനു കാരണം ആ ഒരു ക്യാരക്ടർ നല്ല പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു, നായകന്റെ അനിയത്തി. അപ്പൊ അങ്ങനെ വരുമ്പോ അഭിനയിക്കുന്നുണ്ട്, പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ. അപ്പൊ ഒരുപാട് പേര് നല്ല കാണുമ്പോഴും എല്ലാരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഒരുപാട് തവണ വിളിച്ചു ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറ്റ് ക്ലാഷ് ആവുന്നുണ്ട്. പൊതുവെ ലൊക്കേഷനിൽ മൊത്തത്തിൽ എല്ലാ ഈ ഫീൽഡിൽ ഞാൻ ഭയങ്കര ഡയറ്റ് ക്ലാഷ് ചെയ്യുന്നു പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ ഞാൻ ഈ നമ്മുടെ ട്രെയിനിൽ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ ഓടി കിടന്ന് മരിച്ചിങ്ങനെ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ഏതെങ്കിലും 2 വർക്ക് മതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുരഭി സ്വാസി എന്നുള്ളതും പിന്നെ വന്നത്. ഇപ്പൊ പിന്നെ സ്റ്റാർ മാജിക് മാത്രം ഇനാഗുറേഷൻ ഒക്കെ ഉണ്ട്, പുറത്ത് ഷോ ഉണ്ട്, ഇങ്ങനെ അങ്ങ് ചെയ്തു പോവാം, സീരിയൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിട്ട് അത്രയും നാളും അനു ചെയ്തിരുന്നപ്പം ആ ക്യാരക്ടറിന്റെ ഉണ്ടായിരുന്ന ക്യാരക്ടറിനുള്ള റോളും കാര്യങ്ങളും ഇല്ലേ, അതിനെക്കാട്ടിലും വേറൊരു കുട്ടി ചെയ്തില്ല. ആ കുട്ടിക്ക് കുറച്ചും കൂടെ അതിന്റെ ആ പ്രസൻസ് കൂട്ടി അല്ലേ? അത് എങ്ങനെ മനസ്സിലായി? അല്ല, അത് നമുക്ക് കാണുമ്പോ അത് നമുക്കറിയാലോ, നായികക്കാളും പ്രസൻസ് കൂട്ടി. അപ്പൊ അതൊരു പക്ഷെ അദ്ദേഹം വാശിക്ക് വാശിക്കായിരിക്കും ചെയ്തത്, ഉറപ്പായിട്ടും. നമുക്ക് മനസ്സിലാവും. എനിക്ക് പക്ഷെ ഒന്നും തോന്നിയില്ല ചേച്ചി അത് കണ്ടിട്ട്. കാരണം ഒന്നും തോന്നി. നല്ല അടിപൊളി, നല്ല റേറ്റിംഗ് ഉള്ള ഒരു സീരിയലായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞു എന്തിനാ മാറിയേ. ഏഷ്യനെറ്റ് പറയുമ്പോൾ, ഏഷ്യനെറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാ. അപ്പോ എന്തിനാ മാറിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, മാറണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് ഞാൻ ആരും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇവിടെയാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാ, കാരണം നമുക്ക് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട, വല്ലതും വായി കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏത് ലൊക്കേഷനാണെങ്കിലും ആരെന്തും, നമ്മളെ ഡയറക്ടർ ആയിക്കോട്ടെ ക്യാമറമാൻ ആയിക്കോട്ടെ, ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, സാർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അതെന്താ സാർ അങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് ഞാൻ പറയും. ഇപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറയും, ഉറപ്പായിട്ടും. അതാണ് ഈ തുടക്കക്കാരെ എല്ലാരും ചൂഷണം ചെയ്യാൻ കാരണം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിപ്പം സാർ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, സാർ എന്നിട്ട് അങ്ങനെ ഇപ്പൊ പറഞ്ഞേ എന്ന് പറയുമ്പോ ഉടനെ എല്ലാം പറയുന്ന വെച്ചാൽ എനിക്ക് അഹങ്കാരമാണ്, ഇപ്പൊ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആയി എന്നുള്ളതാണ്, കയ്യിൽ പൈസ വന്നോണ്ടത്. ഒരിക്കലും അല്ല. കാരണം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയല്ല അവര്, നമ്മൾക്ക് മുന്നേ മുകളിലുള്ള സീനിയർ ആണ്. പക്ഷെ വഴക്ക് പറയാം, എന്താ അഭിനയത്തിന്റെ കാര്യത്തില വഴക്ക് പറയാം, അഭിനയിച്ച ശരിയായില്ല, നേരെ അഭിനയിക്കുന്നു പറഞ്ഞ് ചീത്തയല്ല വഴക്ക് പറയാം, കുറച്ചും കൂടെ നന്നാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോശപ്പെട്ടവര് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് നമ്മൾ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുത്തിട്ടില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം. അതെ, ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത്, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ നേടിയെടുക്കുന്നത് കുറെ നാളത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഉറപ്പായിട്ടും ഈ തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റുന്നത് അതാണ്. അതെങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കും? എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയായാലും ബോൾഡായിട്ട് നിൽക്കുക, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക, എസ് പറയേണ്ടടുത്ത് എസ് പറയാം, നോ പറയേണ്ടടുത്ത് നോ പറയാം. അതെ, നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ കാണും ചിലപ്പോ എനിക്ക് അത് പോവോ, അത് നഷ്ടപ്പെടുവോ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ വെറുതെയാണ്. ഇതിൽ നിന്നും ഇപ്പം ഒരു സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുമ്പോഴായിരിക്കും കുട്ടി അതിൽ നിന്നും എന്താ പറയണ്ടേ, വലിയൊരാളായി തീരുന്നവൻ, ഞാൻ വിചാരിച്ചിടത്തോളം. അതെ, പക്ഷെ അതാണ് എല്ലാവർക്കും ചിലപ്പോ ഒരുപക്ഷെ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയത്. ഇനി ഇത് പോവോന്നുള്ളൊരു ഫിയർ കാരണം പലരും ചെയ്യുന്നതായിരിക്കാം. പുതിയ ആൾക്കാരിൽ മാത്രമല്ലേ ഇത് ഈ പറയുന്ന കാര്യം. ഇതിപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന
നല്ല പ്രായമുള്ള അമ്മമാർക്കും അച്ഛന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ള ചില ആൾക്കാർ. അപ്പൊ നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിലായിരിക്കും ഇവർ നിൽക്കുന്നത്. ഇവരൊന്നും അവർക്കൊന്നും അറിയില്ല ഡയലോഗോ ക്യാമറ അവിടെ വെച്ചിരിക്കുന്നെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രി കുറ്റം പറയുന്നില്ല, ചില ആൾക്കാരുടെ കാര്യമാണ്. എല്ലാ സീരിയൽ ലൊക്കേഷനിലും എല്ലാ സിനിമ ലൊക്കേഷനിലും ഇങ്ങനെയില്ല. ചിലയിടത്ത് മാത്രം എടുത്തു പറയാണ് ഞാൻ, ചിലയിടത്ത് മാത്രമേ ഇങ്ങനെയുള്ളൂ, വളരെ ചിലയിടത്തൊക്കെ മാത്രം. അത് എല്ലാരും അങ്ങനെ പ്രതികരിക്കത്തില്ല. ചില ഡയറക്ടർമാർ, ചില ക്യാമറമാൻ, ചില ഈ പറയുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ അവരും ഈ പറയുന്ന പോലെ ജീവൻ പറഞ്ഞ പോലെ പല ഏജിലുള്ളവരും അവരും കൂടി ഇങ്ങനെ അല്ല വിഷമിക്കുക. അവര് ചേച്ചി ഒന്ന് ആലോചിക്കുക, അവർ ഈ പ്രായത്തില് ഇവർ വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ മക്കള് കാണും. 300 രൂപ 400 രൂപയ്ക്കായിരിക്കും അവർക്ക് കിട്ടുക. പക്ഷെ അവർക്ക് ഈ ടിവിയില് ഫ്രെയിമിൽ കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിലാണെങ്കിലും കാണുമല്ലോ, ചിലപ്പോ ഫോക്കസ് ഔട്ടിലായിരിക്കും, ഒന്നും കാണാൻ അവർക്ക് ഒരു പറ്റില്ല. വലിയ ഫാമിലിയിലുള്ള ഒരു അമ്മയായിരിക്കും ചിലപ്പോ വരിക. അപ്പൊ അവർക്കറിയില്ല ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നോ എങ്ങനെ നിക്കണമെന്നോ ഒന്നും അറിയില്ല. പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മേ ഇങ്ങനൊരു സീരിയൽ ഉണ്ട്, അമ്മയ്ക്ക് അതിൽ ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, ജസ്റ്റ് അവിടെ പോയി നിൽക്കാൻ, അമ്മയ്ക്ക് പോകാൻ പറ്റുമോ? അയ്യോ ഞാൻ പോവാം. അങ്ങനെ വീടും വിട്ട് വണ്ടി കയറിയോ മോൻ കൊണ്ടാക്കിയോ മോള് കൊണ്ടാക്കിയോ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അവിടെ ചെന്നിട്ട് എന്താ പറയാ, വഴക്ക് പറയും, ഇങ്ങോട്ട് വന്ന് എന്തിനാ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞ അങ്ങനെ നിൽക്കില്ലെന്ന് ഇങ്ങോട്ടല്ലേ പറഞ്ഞ, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. അതെ, എന്ത് വിഷമം തോന്നുന്നു. അപ്പൊ അവരുടെ അവസ്ഥ ചിരിച്ചോണ്ട് നിക്കേ ഉള്ളൂ അമ്മമാരെ, എന്നാലും ഒന്നും പറയത്തില്ല. അയ്യോ കാരണം അവർക്ക് അടുത്തൊരു ക്യാരക്ടർ ചെയ്യണം, അവർക്ക് അങ്ങനെ ചെയ്യണമെന്നുള്ള താല്പര്യം, ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. അങ്ങനെ ഒരിക്കലും നമ്മൾ അവരുടെ താഴെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അനു പറഞ്ഞ ഈ സീരിയലിനകത്ത് തന്നെയും അനുവിനെ മാറ്റി വേറൊരു കുട്ടി വന്നു. അതിനകത്ത് തന്നെ നായകനും എന്നെ മാറ്റിയിട്ടുണ്ട്. എന്നെ അല്ലാതെ ഒരു ഞാൻ പറയലേ, ഞാൻ സംസാരത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് സീരിയലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ റിയാക്ട് ചെയ്തുകൊണ്ടും മാത്രമല്ല, ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, മുമ്പ് ഒരിക്കലും റൈറ്റർ എന്നെ എഴുതാൻ വേണ്ടിയിട്ട് കൂടെ ഇരുന്ന് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എഴുതാൻ വേണ്ടി ഞാൻ ഭയങ്കര കാര്യം, പുള്ളിക്കാരൻ 2 പെൺമക്കളൊക്കെ ഉള്ളതാ. റൈറ്ററിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിനക്കറിയാല്ലേ. അപ്പം ഈ ഒരു ഫീൽഡിൽ എൻ്റെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്തിട്ടില്ല, സംസാരിച്ചത്. പക്ഷെ എനിക്കത് പുള്ളിക്ക് ഫാമിലി ഉണ്ട്, ഒരു 2 പെൺമക്കളുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് ഫോണിൽ കൂടെ എൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്, അത് മതി എന്ന് വിചാരിച്ചു. എന്നാലും അദ്ദേഹത്തിന്റെ റൈറ്റർ അല്ല, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിന് അനുവിന്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ മോൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയുന്നത് പോലെ വന്നിരുന്ന് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എഴുതാൻ. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കായിരുന്നു, 2nd ഇയറിൽ എന്തോ 3rd ഇയറിനോ. അപ്പൊ പറഞ്ഞു ശരി സാർ വരാം. അപ്പൊ പറഞ്ഞു ഓക്കെ മോളെ ഞാൻ പറയാട്ടോ. അപ്പൊ ഞാൻ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, അനു വരാൻ പറ്റുമോ, എന്താ പിന്നെ വിളിച്ചിട്ട് എടുക്കാത്തെ? അപ്പൊ ഞാൻ ഇതെല്ലാം വീട്ടിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ പറയുക, അനു എന്താ വിചാരിച്ചത്, അനുവിനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നോ? ഞാൻ പറഞ്ഞു അല്ല സാർ, അങ്ങനെയല്ല, പിന്നെന്താ വരാത്തത്, അനു വരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. ശരി, ആ സീരിയൽ എന്നെ കട്ട് ചെയ്തു. ഒഴിവാക്കി. എനിക്ക് വിഷമമില്ല, കാരണം അടുത്ത സീരിയൽ എന്നെ വിളിച്ചു, ഞാൻ പോയി. അത് കഴിഞ്ഞ ശേഷം ഈ പുള്ളി വേറൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ്, ഏത് പൊസിഷനാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ചാനലില് മിക്ക സീരിയലിലും നായകന്റെ അനിയത്തി ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചു, ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു. ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയി, ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയും അവരാണ് സംസാരിക്കുന്നത്, കൺട്രോളിനെ വിളിക്കും. അന്ന് എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ചോദിക്കും, ഷൂട്ട് നാളെയല്ലേ തുടങ്ങുന്നേ? അത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഒന്നത് കാര്യം. വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്, ചാനലിൽ നിന്ന് പറഞ്ഞു റിജക്ട് ചെയ്യാനോ. ഞാൻ എന്താ കാര്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് പോയി, എന്താ ഏട്ടാ, ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്തിനേട്ടാ മാറ്റിയത്, ഇതിന് വേണ്ടി ഒരുപാട് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അയാൾ ആ സ്നേഹം കൊണ്ട് അയാൾ പറഞ്ഞു അനു ഇന്ന ആളാണ് പറഞ്ഞു മാറ്റിച്ചെന്ന്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. അതുപോലെ ആ ചാനലിൽ പിന്നെ ഞാൻ ഒരു വർക്കും ഞാൻ പോയി ചെയ്തിട്ടില്ല. ബിഗ് ബോസിന്റെ വിജയിയായി ആ വിജയ കിരീടം അണിഞ്ഞുകൊണ്ടാണ് അനുമോൾ തിരികെ ഇറങ്ങിയത്. വലിയൊരു ആരാധക വൃന്ദം തന്നെ താരത്തിനുണ്ടെന്ന് ഇതിലൂടെ എല്ലാവർക്കും വ്യക്തമായി മാറിയിരുന്നു. പിന്നീട് എന്നാൽ താരം എപ്പോഴും ഒരു കുലസ്ത്രീ ഇമേജുള്ള നടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ തന്റെ നേർക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അത്ര ലാഘവത്തോടെ കാണുന്ന ഒരാളൊന്നുമല്ല അനുമോള്. എപ്പോഴും തൻ്റെ ഇമേജിനെ കുറിച്ച് അത്യാവശ്യം കോൺഷ്യസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒക്കെ അനുമോളെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് ബോറായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യുന്ന ഒരാളല്ല അനുമോൾ. തൻ്റെ ശരീരം ഒരുപാട് പ്രദർശിപ്പിച്ച് വസ്ത്രം ചെയ്യാനോ അങ്ങനെ നടക്കാനോ ഒന്നും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അനുമോൾ. എന്നാൽ അനുമോളുടെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയിരുന്നു.
ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ അനുമോൾ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഈ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുമുണ്ട്. അങ്ങനെ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയും സിരിൽ നടിയുമായ അനുമോളുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. കുടുംബത്തോടൊപ്പം റിസോർട്ടിൽ വെക്കേഷൻ ആസ്വദിക്കാൻ പോയപ്പോഴുള്ളതാണ് ഈ ചിത്രങ്ങൾ. സ്ലീവ്ലെസ്സും ഷോർട്സും എല്ലാം ധരിച്ചു നിൽക്കുന്ന അനുവിനെ ഫോട്ടോകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പോസ്റ്റ് പെട്ടെന്ന് തന്നെ വൈറലായി. കാരണം ഇങ്ങനെ ഒരു ലുക്കിൽ അനുമോളെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. കാരണം ഭയങ്കരമായ ഒരു അൾട്രാ മോഡേൺ ഡ്രസ്സ് എന്ന് അനുമോളുടെ പക്ഷത്തിൽ വേണമെങ്കിൽ പറയാം. കാരണം പല താരങ്ങളും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ടെങ്കിലും അനുമോളുടെ ഭാഗത്ത് നിന്ന് ആരും അങ്ങനത്തെ ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല. അനുമോൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ കുട്ടി, അങ്ങനെ ഒരു ഇമേജ് ഉള്ള ഒരു ആളാണ്. പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട ഫോട്ടോ കണ്ടപ്പോൾ ആരാധകർക്കും അതങ്ങ് ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോസ്റ്റ് വൈറലായപ്പോൾ താരം ബിഗ് ബോസിലായിരുന്നപ്പോൾ വോട്ട് നൽകി പിന്തുണച്ചവരെല്ലാം വിമർശിച്ചെത്തി. എന്നാൽ അവരെല്ലാം അമ്മാവന്മാർ, അമ്മായിമാർ എന്ന് വിളിച്ച് പരിഹസിക്കുകയാണ് അനു ചെയ്തത്. അനുവിന്റെ ഒരു പഴയ നിലപാടുകളെ ഇപ്പോഴത്തെ വസ്ത്രധാരണത്തെയും കുറിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തുകൊണ്ടും ഒക്കെ എത്തിയത്. നിരവധി വിമർശനങ്ങളും ഉണ്ടായി. ബിൻസി ക്ലീവേജ് കാണിച്ചപ്പോൾ ലഹള സൃഷ്ടിച്ച അനു ഇന്ന് തുട കാണിക്കുന്നു എന്നാണ് നിരവധി ആളുകൾ അനുവിനെ വിമർശിച്ച് പറഞ്ഞത്. ഷെഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അനുമോളെ പിന്തുണച്ചത് അബദ്ധമായി തോന്നുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്തത് കുലസ്ത്രീ പരിവേഷമുള്ളത് കൊണ്ടാണ്. ഒരു നല്ല കൊച്ചു ഫീൽ അനുവിനെ കുറിച്ചുണ്ടായിരുന്നു. അത് മാത്രമല്ല, വിക്റ്റിമായിരുന്നു. അനു വിക്റ്റിം കാർഡ് ഇറക്കിയതാണെന്നൊക്കെ ഇപ്പോൾ ആരാധകർ പറയുന്നുണ്ട്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അനു വൃത്തിയിലും മെനയിലും നടന്നു. രാജകുമാരി പരിവേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയ കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടാലേ സ്വതന്ത്രരാവുകയുള്ളൂ എന്നാണോ, സൗന്ദര്യം വരികയുള്ളൂ എന്നോ ഉള്ള തോന്നൽ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏതോ ഒരു റിസോർട്ടിൽ നിന്നുള്ള അനുവിന്റെ ചില ഫോട്ടോകൾ കാണുമ്പോഴാണ് ഇത് തോന്നുന്നത്. അനുവിന്റെ ഡ്രസ് കോഡിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അഭിനേത്രി എന്ന നിലയിൽ കുഴപ്പമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. വസ്ത്രധാരണത്തെ വിമർശിച്ചവരെ അനു അമ്മാവന്മാർ, അമ്മായിമാർ എന്ന് വിളിച്ചത് കണ്ടു. അനുവേ, നിനക്ക് 30 വയസ്സായില്ലേ? ഇനി അമ്മാവൻ, അമ്മായി എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു കളിയാക്കുന്നതും ഒക്കെ ബോറാണ്. ധാർഷ്ട്യം അടുത്തിടെയായി അനുമോൾക്ക് അല്പം കൂടുതലാണെന്നാണ് ആരാധകർ പറയുന്നത്.